ഇവിടെ കിടക്കരുത്. അതെന്താ? ഇത് ആരവിന്റെ ബെഡാണെന്ന് പറഞ്ഞല്ലോ. അതിന് ആരവ് ഇവിടെ ഇല്ലല്ലോ. അല്ല അത് എന്നാലും അത് ശരിയാവില്ല ആരതി. ഞങ്ങൾ ആരും അവന്റെ ഈ ബെഡ് ഉപയോഗിക്കാറില്ല. നീ ഇങ്ങോട്ട് വന്നേ, അവിടെ ഇരിക്കാം. വാ, ഇവിടെ കിടക്കാം. ഞങ്ങൾക്കിടയിലെ ഈ ഡിസ്റ്റൻസ് ഒന്നും വേണ്ട ആരതി. നോക്കിയേ, ബുദ്ധിമുട്ടായല്ലോ. ഇവരെല്ലാരും കൂടി ആരതിയാണെന്ന് കരുതി എന്നെ ശരിയാക്കും. കുറച്ച് നീങ്ങാവോ? എന്താടി? വല്ലാത്ത ചൂട്. നോക്ക്, നീ എപ്പോഴും സാരിയാണോ യൂസ് ചെയ്യാറുള്ളത്? ആ കൂടുതലും സാരിയാ. അതെ, നിനക്ക് ഈ കമ്മലും മാലയൊക്കെ നല്ല രസമുണ്ട്. താങ്ക് യു. നീ മുടിയൊക്കെ നല്ല കാര്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടല്ലോ. എന്നും ഷാമ്പു ചെയ്യാറുണ്ടോ? എന്നും ചെയ്യാറില്ല, വല്ലപ്പോഴും. നിനക്ക് വല്ലാത്തൊരു സുഗന്ധമുണ്ട്. ഇവളുമാരെല്ലാരും കൂടി എന്നെ ഒരു പരുവാക്കുമല്ലോ. എന്താ പറ്റി ആരതി? നല്ല തലവേദന. കുറച്ചു നേരം പുറത്തു നിന്ന് ശുദ്ധമായി കിട്ടും. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാവേ. അതെ, നമ്മൾ ആരത്തേക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയോ? ഏയ്, അവൾക്ക് അങ്ങനൊന്നും തോന്നിട്ടുണ്ടാവില്ല. ഞാൻ ആരവാണെന്ന് ഇവരോട് പറയാതിരുന്നത് തെറ്റായോ? ഇനി എങ്ങനെ ഇവരോട് അത് പറയും? മാഡം, മാഡം, മാഡം ഒരു കാര്യം പറയാനുണ്ട്. മാഡം, അയ്യോ. എന്താ ഇത്? സഞ്ചി താഴെ പോയപ്പോ ഞാൻ എടുത്തതാ മാഡം. സഞ്ചി ഞാൻ പിടിക്കാം മാഡം. ഞാൻ നിന്റെ സഹായമൊന്നും ചോദിച്ചില്ലല്ലോ. മാഡം ചോദിക്കാതെ തന്നെ സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ മാഡം? ഒന്നുമില്ലെങ്കിലും മാഡം തന്ന ഉപ്പും ചോറും ഞാൻ എത്ര നാള് തിന്നതാ. അതിന് നന്ദി കാണിക്കണ്ടേ മാഡം? എന്റെ കയ്യിലിരിക്കുന്ന സഞ്ചി തട്ടി താഴെ ഇട്ടിട്ടാണോ നീ നന്ദി കാണിക്കുന്നത്? നിന്റെ ഈ നമ്പറൊന്നും ഇങ്ങോട്ട് വേണ്ട. അയ്യോ മാഡം, എന്നെ തെറ്റിദ്ധരിക്കല്ലേ മാഡം. മാഡം എന്നെ എത്ര വഴക്ക് പറഞ്ഞാലും ഞാൻ എന്റെ കടമ മറക്കൂല. കടമയൊക്കെ നീ അന്ന് ഹോസ്റ്റലിൽ നിന്ന് പോയപ്പോ ഞാൻ കണ്ടതല്ലേ. അയ്യോ എന്റെ പൊന്നു മാഡം, എന്നെ കൈവിടല്ലേ മാഡം. എന്നെ കൈവിടല്ലേ മാഡം. ഈ നാടകമൊന്നും എന്റെ അടുത്ത് വേണ്ട. നീ നിന്റെ കാര്യം നോക്കിപ്പോ. മാഡം മാഡം മാഡം, എന്നെ കൈവിടല്ലേ മാഡം. ഈ ഹോസ്റ്റലിലെ പിള്ളേരെ ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല. എല്ലാവരും അവിടെ പട്ടിണിയായിരിക്കും. മന്ദാകിനി ഇല്ലാത്തതുകൊണ്ട് അവിടെയുള്ള പിള്ളേരെല്ലാം ഹാപ്പിയാ. ആ, നീയും നിന്റെ ഭർത്താവും കൂടി റോസ്മേരി ഹോസ്റ്റൽ വിലക്ക് വാങ്ങാൻ വരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ വഴിക്കൊന്നും കണ്ടില്ലല്ലോ മാഡം. ഐസക് എന്നെ ചതിച്ചു മാഡം. ഞാനും അയാളും തമ്മിലുള്ള എല്ലാ ബന്ധവും ഒഴിഞ്ഞു. ഞാനിപ്പോ ഒറ്റയ്ക്കാ മാഡം. അതിനിപ്പോ ഞാൻ എന്ത് വേണം? ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല മാഡം. ഇന്നലെ 2 നേരം പട്ടിണിയായിരുന്നു. അതെന്താ? ലോട്ടറി അടിച്ച കോടികൾ ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ലേ? അയ്യോ, ശവത്തി കുത്തല്ലേ മാഡം. അത് വ്യാജ ലോട്ടറി ആയിരുന്നു. എന്നെ എങ്ങനെയെങ്കിലും മാഡം ജോലിക്ക് തിരിച്ചെടുക്കണം. ഞാൻ മാഡത്തിന് കാല് പിടിക്കാം. അങ്ങോട്ട് മാറി നിക്ക. നീയും നിന്റെ ഭർത്താവും കൂടി എന്നെ വെല്ലുവിളിച്ചിട്ടല്ലേ ഇറങ്ങിപ്പോയത്? പറ്റിപ്പോയി മാഡം, എന്നോട് ക്ഷമിക്കും മാഡം പ്ലീസ്.
മാഡം നീ ചെന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് വാ. ജോലിയുടെ കാര്യം ഞാൻ അപ്പൊ നോക്കാം. ആ ഐസക്കിനെ ഞാൻ കളഞ്ഞു മാഡം. എനിക്കിപ്പോ അയാളായിട്ട് ഒരു ബന്ധവുമില്ല. അതൊന്നും എന്റെ വിഷയമല്ല. ഇപ്പൊ മന്ദാകിനിയുടെ ജോലി ചെയ്യാൻ അവിടെ വേറെ ആളുണ്ട്. മന്ദാകിനിയും ഭർത്താവും ഒരു ഹോസ്റ്റൽ വിലക്ക് വാങ്ങാനുള്ള വഴി നോക്ക്. മാഡം 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 എങ്ങനെയെങ്കിലും ഒന്ന് മാഡം മാഡം എന്നെ തിരിച്ചെടുക്കും മാഡം. മാഡം 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 പ്ലീസ് മാഡം ഒന്ന് കേക്ക് മാഡം പ്ലീസ്. വണ്ടി എടുക്കണം. പ്ലീസ്